ജനുവരി 29-ന് മാതൃഭൂമി നൽകിയ ഈ വാർത്തയിൽ പറയുന്നത് CPIMന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു എന്നാണ്. ഈ വാർത്ത ആധികാരികമാണെന്ന് തെറ്റിദ്ധരിച്ച് റിപ്പോർട്ടർ ടിവിയുടെ ഡെസ്കിലുള്ളവർ അതിങ്ങനെ കോപ്പിയടിച്ചു. മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഗോമാതാവിനേക്കാളും പോത്തുകളെക്കാളും കുറച്ചുകൂടി വിവേകം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറും വ്യാമോഹമാണ്. വസ്തുത എന്താണ്? ദേബ്ലിന ഹേംബ്രം പശ്ചിമ ബംഗാളിലെ ബാങ്കുറ ജില്ലയിൽ CPIM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് സത്യം തന്നെ. MLAയും മന്ത്രിയും ഒക്കെ ആയിരുന്ന അവർ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണെന്നതും ശരി. പക്ഷേ CPIMന്റെ ചരിത്രത്തിൽ ആദ്യമായാണോ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി? അല്ല. അങ്ങനെയാണെന്ന് മാതൃഭൂമി പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സൗകര്യവുമില്ല. എന്തിനാണ് മാതൃഭൂമിയും റിപ്പോർട്ടറുമൊക്കെ വായനക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതിനു മുമ്പും ഇപ്പോഴും നിരവധി വനിതകൾ CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുണ്ട്. 20 വർഷമെങ്കിലും മുമ്പാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്ന് D. രമാദേവി എന്ന വനിതാ നേതാവ് ജില്ലാ സെക്രട്ടറി ആയത്. അവരിപ്പോഴും ആന്ധ്രാപ്രദേശിലെ CPIMന്റെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും നേതൃനിരയിലുണ്ട്. അതേ കാലത്ത് തന്നെയാണ് ഗുജറാത്തിലെ ഭാവ്നഗറിലെ പ്രമുഖ അഭിഭാഷകയായ നളിനി ജഡേജ CPIMന്റെ ജില്ലാ സെക്രട്ടറി ആവുന്നത്. അവരും ഇപ്പോൾ ഗുജറാത്തിലെ CPIMന്റെ നേതാവ് തന്നെയാണ്. നോക്കൂ, ഇതേ മാതൃഭൂമി അവരെക്കുറിച്ച് 2 വർഷം മുമ്പ് നൽകിയ വാർത്തയാണിത്. ഇത്തവണ മഹാരാഷ്ട്രയിലെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇതിനകം 2 വനിതകൾ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രഹാന ഷെയ്ഖ് മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആനന്ദി ഔഖഡെ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കർണാടകയിലെ ഗുൽബർഗ ജില്ലാ സെക്രട്ടറിയാണ് കവി കൂടിയായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് നീല. തെലങ്കാനയിലെ മേഡക് ജില്ലാ സെക്രട്ടറിയാണ് നരസമ്മ. ഈ പട്ടിക അവസാനിക്കുന്നില്ല. ദേബ്ലിന ഹേംബ്രം CPIMന്റെ ചരിത്രത്തിലെ ആദ്യ ജില്ലാ സെക്രട്ടറിയാണെന്ന മാതൃഭൂമിയും പിറകെ റിപ്പോർട്ടർ ടിവിയും നിസ്സംശയം വിധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവർ തിരുത്തുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ജനങ്ങൾക്ക് ഇക്കൂട്ടരിൽ അത്രയൊക്കെ വിശ്വാസമുള്ളൂ. CPIMനെ കുറിച്ച് ഇതുപോലെ എത്രയെത്ര കല്ലുവെച്ച നുണകൾ പടച്ചുവിട്ടവരാണവർ. ബിരിയാണി ചെമ്പിലും ഈന്തപ്പഴത്തിലും സ്വർണം കടത്തിയെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാനാണ്?